ഒന്ന് വേഗം അവിടെ. നമ്മൾ കഴിഞ്ഞ തവണ മീൻകറി ഉണ്ടാക്കിയപ്പോൾ അലമ്പായി പോയി. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു മീൻകറി തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഓയിൽ, കടുക്, ഉലുവ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് പേസ്റ്റ്, പിന്നെ കുറച്ച് വേപ്പില അത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും ഇതൊന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഉള്ളി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. ഉള്ളി ഒന്ന് വെന്ത് വരുന്ന വരെ. പിന്നെ ഈ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മതി. ഈ ഉള്ളി ഒന്ന് സെറ്റായി വരുമ്പോൾ ഈ മല്ലി മുളകും ഒന്ന് ചേർത്ത് കൊടുക്കും. കണ്ണ് കൊള്ളാണ്ട് നോക്കണം കേട്ടോ, എൻ്റെ കണ്ണിൽ പോയി. നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതിന് സെറ്റാക്കണം. ഈ മുളകും ചെറുതായിട്ട് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി കുഴമ്പ് രൂപത്തിലാവുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണം. ഈ കുറച്ച് തക്കാളി, ഇതിൽ കുറച്ച് പുളിവെള്ളം, കുറച്ച് മതി. അത് കുറച്ച് വെള്ളം, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. കറി എന്താ പറയുക വെച്ചാൽ അത്ര വേണ്ട, കുറച്ച് വെള്ളം. ഇതൊന്ന് തിളച്ച് വരണം എന്നാണ് തോന്നണേ. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇത് നൈസായിട്ടൊന്ന് ഇളക്കി മീനൊന്ന് മുക്കി കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് കുറച്ചധികമായി പോയി. ഒന്ന് വേഗം അവിടെ കുറേ നേരമായല്ലോ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. കുറച്ച് എരിവ് കൂടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് പുളി കൂടിയിട്ടുണ്ട്. ബാക്കി ഒക്കെ മീൻകറി പോലെ തന്നെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല, ടേസ്റ്റ് ഉണ്ട്. ഈ പ്രാവശ്യം കൂടി അലമ്പാവണമെങ്കിൽ ഇനി കറി വയ്ക്കാൻ മീൻ തരില്ലെന്ന് പറഞ്ഞത് വീട്ടിൽ നിന്ന്. അപ്പോൾ രക്ഷപ്പെട്ടു. ഇത് കുഴപ്പമില്ല, കഴിച്ച് മീൻകറി എന്ന് എല്ലാവരും പറയും.